ചുണ്ടൻ വള്ളങ്ങൾ നേരത്തെ തന്നെ ആലപ്പുഴയിലെ ആവേശമായിരുന്നു. എന്നാൽ ലോകമെമ്പാടുമുള്ള കായിക പ്രേമികളെ ആവേശം കൊള്ളിക്കുന്ന ഒരു മത്സര ഇനമായി മാറിയതിൽ നിർണായക പങ്കുവഹിച്ചത് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ്. പ്രധാനമന്ത്രിയായിരിക്കെ 1952 കേരളത്തിലെത്തിയ നെഹ്റു ആലപ്പുഴയും സന്ദർശിച്ചു. അന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ തയ്യാറാക്കിയ സാംസ്കാരിക പരിപാടികളിൽ ഒന്നായിരുന്നു വള്ളംകളിയും. പാമ്പിന്റെ രൂപത്തോട് സാദൃശ്യമുള്ള ചുണ്ടൻ വള്ളങ്ങൾ നെഹ്റുവിനെ സംബന്ധിച്ച് കൗതുക വസ്തുവായിരുന്നു. ചുണ്ടൻ വള്ളങ്ങളുടെ ഇഞ്ചോടിഞ്ച് മത്സരം കൂടിയായതോടെ നെഹ്റു ആവേശഭരിതനായി. നടുഭാഗം ചുണ്ടനാണ് അന്ന് വിജയിച്ചത്. പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ വേണ്ടി സംഘടിപ്പിച്ച പരിപാടിയായതുകൊണ്ട് തന്നെ അതിൽ വിജയികളോ സമ്മാനമോ ഉണ്ടായിരുന്നില്ല. ആവേശമടക്കാനാകാതെ നെഹ്റു ഒന്നാം സ്ഥാനത്തെത്തിയ നടുഭാഗം ചുണ്ടനിലേക്ക് ചാടിക്കയറി. നടുഭാഗം ചുണ്ടന് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സമ്മാനമായിരുന്നു അത്. തന്നെ ഇത്രയും ആവേശം കൊള്ളിച്ച തുഴക്കാരെ ഡൽഹിയിലെത്തിയിട്ടും നെഹ്റു മറന്നില്ല. അവർ ഒരു സമ്മാനം അർഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. തൻ്റെ കയ്യൊപ്പോടെ ചുണ്ടൻ വള്ളത്തിൻ്റെ രൂപമുള്ള ഒരു വെള്ളിക്കപ്പ് അദ്ദേഹം വിജയികൾക്കായി കേരളത്തിലേക്ക് അയച്ചു. നെഹ്റുവിനെപ്പോലെ ഒരു വലിയ നേതാവിനെ ആഹ്ലാദിപ്പിച്ച ആ മത്സരം പിന്നീടിങ്ങോട്ട് എല്ലാ വർഷവും തുടർന്നു. അതിന് നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് പേരും വീണു.